എനിക്ക് പേടിയാവുന്നു അമ്മ. എന്റെ വയറ്റിലെ ഈ കുഞ്ഞിനെ അവര് നശിപ്പിക്കും. ആരാ എന്റെ മോളുടെ കുഞ്ഞിനെ നശിപ്പിക്കുന്നത്? വേറെ ആരാ? വന്ദന തന്നെ. മോളെ, അരുതാത്തൊന്നും നീ പറയല്ലേ. വന്ദന നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ? ഏട്ടത്തി അമ്മയ്ക്ക് സമാനമാണെന്നുള്ള കാര്യം എന്റെ മോള് മറക്കല്ലേ. ഞാനിതൊന്നും വെറുതെ പറഞ്ഞതല്ല, വ്യക്തമായ തെളിവ് കിട്ടിയിട്ടാ. തെളിവോ? എന്ത് തെളിവ്? എന്റെ പ്രസവക്കൂട്ടുകളും മരുന്നുകളും ഒക്കെ തയ്യാറാക്കി തന്നത് അവരായിരുന്നു. ഹരിതയുടെ ശരീരത്തിനകത്ത് ഒരു തരത്തിലുള്ള പോയിസൺ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി. മുൻകാലങ്ങളിൽ അബോർഷന് ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്നാണിത്. മോളെ, നീ ഇങ്ങനെ സംശയിക്കുന്നതിൽ നിന്നെ ഒരു തെറ്റും അമ്മ പറയില്ല. പക്ഷേ വന്ദന ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഇതെന്റെ മകൾക്ക് 10 മാസം സംരക്ഷണം നൽകിയ ഒരമ്മയുടെ ഉറപ്പാ. മോളുടെ എല്ലാ തെറ്റിദ്ധാരണയും ഉടനെ മാറും. അല്ല, മനോജ് എവിടെ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തെവിടെയോ പോയതാ. അമ്മയെ കണ്ടപ്പോ എനിക്ക് മനസ്സിനൊരു സമാധാനം. എല്ലാം ശരിയാകുന്നേ. അമ്മ അച്ഛനോട് പറയാതെ വന്നത്. വേഗം അങ്ങ് പോണം. മനോജിനോട് കുറച്ചു ദിവസം മോളെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറയാം. അപ്പോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. പോട്ടേടാ. ഏട്ടാ, ഏട്ടൻ തന്നെ ഇവിടെ തന്നെ നിന്നത്? വാ, അകത്തിരിക്കാം. ഞാൻ ഇത്രയും നേരം അകത്തിരിക്കായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഈ ചൂട് സമയത്തോ? ജഗ, ഒരു ചെറിയ തണുത്ത കാറ്റ് ഈ ചൂടിന്റെ തീഷ്ണത കുറയ്ക്കുന്നുണ്ട്. ഉള്ളും കൂടി പൊള്ളിയിരിക്കുന്നോണ്ടായിരിക്കാം എനിക്ക് ആ കാറ്റടിക്കാത്തത്. ജഗ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇപ്പോ ഒരു താഴ്ന്ന ലെവലിലെ വെറും പ്രാരാബ്ധക്കാരനായല്ലേ, പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കുന്നവൻ. ഏട്ടാ, എനിക്കെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിരുന്നു ഇഷ്ടം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നിയിരുന്നു. ഇപ്പോ സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ ഞാൻ ഒരുക്കി തീരുക. ചിലപ്പോ ഏട്ടൻ എന്നെ വന്നൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലെന്ന് തോന്നും. മോനെ, എനിക്കൊരു കുഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുജനും മോനും ഒക്കെ ആയിട്ട് കാണുന്നത് അത് നിന്നെ തന്നെയാ. നീ നാട് ഭരിക്കുന്നൊരു മന്ത്രിയാകണമെന്ന നമ്മുടെ അച്ഛനേക്കാളും ആഗ്രഹിച്ചത് ഞാനായിരുന്നു.